ഹലോ. അങ്ങനെ ലക്ഷദ്വീപിൽ പോകാനായി ഞങ്ങൾ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. 9 മണിക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിൽ ആ സമയത്ത് ഏകദേശം ഒരു 50-ൽ താഴെ ആളുകളെ പാസഞ്ചേഴ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ പൊതുവെ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമായിരുന്നു അന്ന്. കൊച്ചിയിൽ നിന്ന് അഗത്തി ദ്വീപിലേക്ക് പോകാനായിട്ട് ഫ്ലൈറ്റ് വഴിയാകുമ്പോൾ ഏകദേശം 1 മണിക്കൂറാണ് എടുക്കുക. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലാണ് എയർപോർട്ടുള്ളത്. ഏകദേശം ഒരു 10:15 കൂടി തന്നെ ഞങ്ങൾ അഗത്തിയിൽ ലാൻഡ് ചെയ്തു. അതേ സമയത്ത് തന്നെ അവിടുത്തെ ഹെലിപ്പാഡിൽ ഒരു ഹെലികോപ്റ്റർ വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ കൂടി എടുത്തു. അഗത്തി എയർപോർട്ടിൽ തന്നെ നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പോകേണ്ടിരുന്നത് കവരത്തി ദ്വീപിലേക്കാണ്. അപ്പോൾ അവിടേക്കുള്ള ഹെലികോപ്റ്റർ ഏകദേശം 11:45 അവർ പറഞ്ഞു. അപ്പോൾ കുറേ സമയം ഞങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടി. അങ്ങനെ 11:45 തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള ഹെലികോപ്റ്റർ വന്നു. അങ്ങനെ ഹെലികോപ്റ്ററിൽ കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ചെവി നന്നായി കവർ ചെയ്ത് പിടിക്കാനായിട്ട്. മുതിർന്നവരെ സംബന്ധിച്ച് കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോൾ പ്രശ്നമില്ല, പക്ഷേ കുറച്ചധികം ദൂരം യാത്ര ചെയ്യുമ്പോൾ നമ്മളും ഇതുപോലെ ചെവി പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അത്രയും കാതടപ്പിക്കുന്ന ശബ്ദമാണ് അതിൻ്റെ അകത്തും ഉണ്ടായിരുന്നത്. 2 പൈലറ്റ്സിന് പുറമെ 8 പാസഞ്ചേഴ്സാണ് ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് നമ്മുടെ സേഫ്റ്റി ഉറപ്പുവരുത്തണം. അങ്ങനെ 12:05 ആയപ്പോഴത്തേക്കും ഞങ്ങൾ കവരത്തിയിലെത്തി. ലഗേജസൊക്കെ ഇവർ ട്രോളിയിലാക്കി ഇതുപോലെ കൊണ്ടുവന്ന് തന്നു. തോജുകൂട്ടിൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നത്, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളതൊക്കെ. പക്ഷേ അവൻ ഹാപ്പി ആയിരുന്നു. എല്ലാം കൊണ്ടും ഇത് നല്ലൊരു യാത്രാനുഭവം തന്നെയായിരുന്നു.